വാർത്തകൾ വിശദമായി. വിവാദങ്ങൾക്കിടെ നിയമസഭാ സമ്മേളനത്തിന് ഇന്ന് തുടക്കം. ആരോപണങ്ങൾക്ക് പിന്നാലെ കോൺഗ്രസ് സസ്പെൻഡ് ചെയ്ത രാഹുൽ മാങ്കുടത്തിൽ MLA നിയമസഭയിൽ എത്തുമോ എന്നതിൽ ആകാംക്ഷ തുടരുകയാണ്. മാങ്കുടത്തിൽ സഭയിലേക്ക് വരേണ്ട എന്ന നിലപാടിലാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. എത്തിയാലും പ്രത്യേക ബ്ലോക്കിലായിരിക്കും രാഹുൽ മാങ്കുടത്തിലിന്റെ ഇരിപ്പിടം. വിവരങ്ങളുമായി D ബിനോയ് ചേരുന്നു. ബിനോയ്, ഈ ഒരു ഏറെ വിവാദങ്ങൾ കത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇന്ന് നിയമസഭാ സമ്മേളനത്തിന് തുടക്കമാവുകയാണ്. പ്രതിപക്ഷത്തിനും ഭരണപക്ഷത്തിനുമെതിരെ നിരവധി വിവാദങ്ങൾ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഈ ഒരു ആരോപണങ്ങൾ പരസ്പരം ഉന്നയിക്കാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നു. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? 12 ദിവസത്തേക്കുള്ള നിയമസഭാ സമ്മേളനം ഇന്ന് തുടങ്ങുകയാണ്. ഇത് ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധയോടെ നോക്കിക്കാണുന്ന ഒരു കാര്യം, രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് നിയമസഭാ സമ്മേളനത്തിൽ എത്തുമോ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നിയമസഭാ സമ്മേളനത്തിൽ രാഹുലുമായി സംബന്ധിച്ച് നടക്കാൻ പോകുന്ന കാര്യത്തിലുള്ള ഏതൊക്കെ തരത്തിലുള്ള ചർച്ചകൾ നിയമസഭയിൽ ഉണ്ടാകും എന്നൊക്കെയാണ് എല്ലാവരും വളരെ ഉത്കണ്ഠയോടുകൂടി പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇതുവരെ രാഹുൽ മാങ്കൂട്ടത്തിൽ അയാളുടെ വീട്ടിൽ നിന്നും പുറത്തേക്ക് വന്നിട്ടില്ല എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭ്യമാകുന്നത്. അയാൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അടൂരിലെ വീട്ടിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. മാധ്യമങ്ങളുടെ ഒരു വലിയ കൂട്ടം തന്നെ ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീട്ടിന് മുന്നിലുണ്ട്. അയാൾ തിരുവനന്തപുരത്തേക്ക് പുറപ്പെടുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇങ്ങനെ കാത്തിരിക്കുന്നത്. എന്തായാലും മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്, ഈ നിയമസഭാ സമ്മേളനം 12 ദിവസത്തേക്ക് ചേരുന്നതിൽ വളരെ ശ്രദ്ധേയമായ ബില്ലുകൾ അല്ലെങ്കിൽ നിയമമാക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചകളായിരിക്കും ഉണ്ടാവുക. മറ്റ് കാര്യങ്ങളൊന്നും തന്നെയില്ല. 2 ദിവസങ്ങൾ സ്വകാര്യ ബില്ലുകൾക്ക് വേണ്ടിയും മാറ്റിവെക്കും. കാരണം തിരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടാണ് ഇപ്പോൾ നിയമസഭാ യോഗം ചേരുന്നത്. ഈ സാഹചര്യത്തിൽ ഏതൊക്കെ ബില്ലുകൾ പരിഗണിക്കണം അല്ലെങ്കിൽ ഏതൊക്കെ ബില്ലുകൾ ചർച്ച ചെയ്യണം എന്ന കാര്യത്തിൽ ഇന്ന് രാവിലെ ചേരുന്ന കാര്യോപദേശക സമിതി യോഗത്തിലായിരിക്കും അന്തിമ തീരുമാനം ഉണ്ടാവുക. കാരണം നിയമമാക്കേണ്ട അല്ലെങ്കിൽ ജനോപകാരപ്രദമായ കുറെ ബില്ലുകൾ സർക്കാർ നേരത്തെ തന്നെ മന്ത്രിസഭാ യോഗത്തിൽ ചർച്ച ചെയ്ത് വച്ചിരുന്നു. അത്തരം ബില്ലുകളിൽ ഏതൊക്കെയാണ് നിയമസഭയിൽ ചർച്ചയ്ക്കായി കൊണ്ടുവരേണ്ടത്, പ്രതിപക്ഷത്തിന്റെ സമീപനം ഈ ബില്ലുകളോട് എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യങ്ങൾ ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിലൊക്കെ വന്നിരുന്ന കേരള സർവകലാശാല നിയമ ഭേദഗതി ബില്ലുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. പക്ഷെ ആ ബില്ലുകളൊക്കെ ഇപ്പോഴും ഗവർണറും രാഷ്ട്രപതിയും പിടിച്ചു നിർത്തിയിരിക്കുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് തന്നെ ഇനി അതിന് ബദലായുള്ള ഏതൊക്കെ ബില്ലുകൾ അവതരിപ്പിക്കണം, എങ്ങനെ കൊണ്ടുവരണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് രാവിലെ ചേരുന്ന കാര്യോപദേശക സമിതി യോഗത്തിൽ ചർച്ച ചെയ്യും. കാര്യോപദേശക സമിതി യോഗം എന്ന് പറയുമ്പോൾ പ്രധാനമായും പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും സ്പീക്കറും കക്ഷി നേതാക്കളും പങ്കെടുക്കുന്ന ഒരു യോഗമാണ്. ആ യോഗത്തിന് ശേഷമായിരിക്കും സഭാ നടപടിക്രമങ്ങൾ എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടതെന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കുക. ഇന്ന് സഭ ചേരുമ്പോൾ പ്രത്യേകിച്ച് പരിപാടികൾ ഒന്നും തന്നെയില്ല. നേരത്തെ നിയമസഭാ സാമാജികരായിരുന്ന മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദൻ, ഒപ്പം സമീപകാലത്ത് മരണമടഞ്ഞ പീരുമേട് MLA വാഴൂർ സോമൻ, ഒപ്പം മുൻ സ്പീക്കറും ഒപ്പം മന്ത്രിയുമായിരുന്ന PP തങ്കച്ചൻ, UDF കൺവീനർ, ഇവർക്ക് അന്ത്യോപചാരം അർപ്പിച്ച ശേഷം സഭ പിരിയും. ഏകദേശം 2 മണിക്കൂർ സമയം മാത്രമായിരിക്കും സഭ ഇന്ന് ചേരുക. 3 പേർക്കും വെവ്വേറെ ആയിരിക്കും അന്ത്യോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി സഭാ യോഗം ചേരുന്നത്. അതിന് തൊട്ടു പിന്നാലെ നാളെ മുതലായിരിക്കും നിയമസഭയിൽ ചോദ്യോത്തര വേള ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക. അവിടെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലുള്ള വലിയ തരത്തിലുള്ള ചർച്ചകളും ഒപ്പം വാഗ്വാദങ്ങളും പരസ്പരം ആരോപണ പ്രത്യാരോപണങ്ങൾക്കുമൊക്കെ വഴിവെക്കാനുള്ള സാധ്യത. നിലവിലെ സാഹചര്യത്തിൽ ഒരുപാട് വിഷയങ്ങൾ UDFന് നിയമസഭാ തലത്തിൽ ഉയർത്തി കാണിക്കാനായിട്ടുണ്ട്. പ്രത്യേകിച്ചും തൃശ്ശൂരിലെ 2 വർഷം മുമ്പുണ്ടായ വലിയ തരത്തിലെ ലോക്കപ്പ് മർദ്ദനം, അതിന്റെ ഒരു പരമ്പര, ആരോഗ്യ മേഖലയിൽ നേരിടുന്ന പ്രശ്നങ്ങൾ, അങ്ങനെ വിവിധങ്ങളായ പ്രശ്നങ്ങൾ എടുത്തു കാണിച്ചുകൊണ്ട് നിയമസഭാ തലം ചൂടേറും. നിയമസഭാ സമ്മേളനത്തിന് വലിയധികം ചൂടുണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. എല്ലാവരും ഉത്കണ്ഠയോട് കൂടി കാത്തിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വരുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിലാണ്. ഇതുമായി ബന്ധപ്പെട്ട് 2 തരത്തിലെ അഭിപ്രായങ്ങളാണ് കോൺഗ്രസിനകത്ത് നിലകൊള്ളുന്നത്. പ്രത്യേകിച്ചും വിഭാഗമാകട്ടെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കണം എന്ന താല്പര്യം പ്രകടിപ്പിക്കുന്നവരാണ്. ഷാഫി പറമ്പിൽ, PC വിഷ്ണുദാസ്, ഒപ്പം അങ്ങനെ തുടങ്ങുന്ന കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റ് പൂർണ്ണമായും KPCC വർക്കിംഗ് പ്രസിഡന്റുമാർ പൂർണ്ണമായും അഭിപ്രായപ്പെടുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലെത്തണം, അല്ലാത്ത പക്ഷം അതൊരു ഒളിച്ചോടൽ ആയിരിക്കും എന്ന് പറയുന്നു. KPCC പ്രസിഡന്റ് തന്റെ അഭിപ്രായം വ്യക്തമാക്കിയെങ്കിൽ തന്നെയും രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലേക്ക് എത്തണം എന്ന് ഒരു വ്യക്തത വരുത്തിയ ഒരു അഭിപ്രായം ഇതുവരെയായും പറഞ്ഞിട്ടില്ല. അതേസമയം പ്രതിപക്ഷ നേതാവാകട്ടെ നിയമസഭയിലേക്ക് വരുന്നതിനുള്ള വിയോജിപ്പ്
ആവർത്ത് ചാവർത്ത് പ്രഖ്യാപിക്കുന്ന കാഴ്ചയും നമ്മൾ വിവിധ മാധ്യമ സമ്മേളനങ്ങളിൽ കണ്ടതാണ്. എന്തായാലും ഇന്നത്തെ ദിവസം സഭാതലത്തിൽ എല്ലാവരും ആകാംക്ഷയോടെയും ഉത്കണ്ഠയോടെയും കാത്തിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ എത്തുമോ എത്താതിരിക്കുമോ എന്നുള്ള കാര്യത്തിലാണ്. കാരണം ഈ എ ഗ്രൂപ്പും അതുപോലെ തന്നെ ഐ ഗ്രൂപ്പും വ്യത്യസ്ത തലങ്ങളിൽ അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് മറ്റൊരു ഗ്രൂപ്പ് കൂടിയായ വി ഡി സതീശനും കെ സി വേണുഗോപാലും ഉൾപ്പെടെയുള്ള ഗ്രൂപ്പുകൾ ഒക്കെ തന്നെ എന്താണ് അഭിപ്രായം പറയുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഒരു അന്തിമ രൂപത്തിൽ എത്തിച്ചേർന്നിട്ടില്ല. നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വീട്ടിൽ നിന്നും പുറപ്പെട്ടിട്ടില്ല. അദ്ദേഹത്തിന്റെ വാഹനം വീട്ടിൽ തന്നെ ഉണ്ട്. അദ്ദേഹത്തിന്റെ സാധാരണഗതിയിൽ രാവിലെ പത്രം വായിക്കാനും മറ്റുമൊക്കെ ആയിട്ട് വീടിന് പുറത്തേക്ക് വരുന്ന ഒരു പതിവുണ്ട്. ഇന്ന് അതുമില്ല. വീട് അടഞ്ഞു കിടക്കുന്ന നിലയിലാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുമോ എത്തത്തില്ലേ എന്നുള്ള കാര്യത്തിൽ തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അതേസമയം കോൺഗ്രസ് ഈ സംബന്ധിച്ച ഒരു അന്തിമ അഭിപ്രായം പറഞ്ഞിട്ടില്ല. ഇന്നലെ നിയമസഭാ സ്പീക്കർ തന്നെ പറഞ്ഞ ഒരു കാര്യമുണ്ട്. നിയമസഭയിലേക്ക് വരുന്നതിന് തടസ്സമില്ല. കാരണം പ്രതിപക്ഷ നേതാവിന്റെ കത്ത് സ്പീക്കർക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ കത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രതിപക്ഷത്ത് അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്നും തൽക്കാലം സസ്പെൻഡ് ചെയ്തിരിക്കുന്നതിനാൽ അദ്ദേഹത്തെ സഭാ കക്ഷിയിൽ ഉൾപ്പെട്ട ആളായി ഇവിടേക്ക് വരാനുള്ള സാധ്യത കുറവ് എന്നാണ് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ സഭാ സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുക്കുവാൻ വന്നാൽ തന്നെയും ഒരു പ്രത്യേക ബ്ലോക്കായി തന്നെ ഇരിക്കേണ്ട ഒരു സ്ഥിതി വരും. സാധാരണഗതിയിൽ സഭാ കക്ഷിയിൽ നിന്നും ഒഴിവാക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആ പാർട്ടിയുടെ നേതാവായി സഭയിൽ തുടരാൻ കഴിയത്തില്ല. പകരം അയാൾ ഒരു പ്രത്യേക ബ്ലോക്ക് ഉൾപ്പെട്ടുകൊണ്ട് അവിടെ തുടരുന്നതായിരിക്കും പതിവ്. ഇത്തവണയും അങ്ങനെ തന്നെ ഉണ്ടാവാനുള്ള സാധ്യത. കാരണം നമ്മൾ കണ്ടതാണ് PV അൻവറിനെ LDF നിന്നും ഒഴിവാക്കിയപ്പോഴേക്കും PV അൻവർ ഒരു പ്രത്യേക ബ്ലോക്കിൽ ഉൾപ്പെട്ട് നിൽക്കുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടതാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ വരുമോ വരത്തില്ലേ എന്നുള്ള കാര്യത്തിലുള്ള സസ്പെൻസ് ഇപ്പോഴും തുടരുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. കാരണം അദ്ദേഹവുമായി അടുത്ത ബന്ധമുള്ളവർ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്താനുള്ള സാധ്യത വളരെ വിരളമാണ്. അത്തരത്തിൽ വന്നു കഴിഞ്ഞാൽ ഭരണപക്ഷം അതൊരു ആയുധമാക്കും. കാരണം രണ്ട് വെളിപ്പെടുത്തലുകൾ, രണ്ട് കേസുകൾ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ഇപ്പോഴും നിലനിൽക്കുന്നു. പ്രത്യേകിച്ചും ഒരു സ്ത്രീയെ ഗർഭചിത്രത്തിന് വേണ്ടി സമ്മർദ്ദം ചെലുത്തി മറ്റൊരു സ്ത്രീയോട് അപമര്യാദയെ പെരുമാറി. അങ്ങനെ രണ്ട് കേസുകളിൽ മേൽ അദ്ദേഹം അന്വേഷണം നേരിടുകയാണ്. പക്ഷേ ഇരകളായവർ ഇതുവരെയായും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മൊഴി നൽകാത്ത ഒരു സാഹചര്യം. അത്തരത്തിൽ ആ സാഹചര്യത്തിൽ ഏതെങ്കിലും കാരണവശാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വരാനുള്ള സാധ്യത ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യമൊക്കെ തന്നെയാണ് രാഷ്ട്രീയ കേരളം വളരെ ശ്രദ്ധയോടുകൂടി നോക്കിക്കാണുന്നത്. എന്തായാലും ഇന്നത്തെ ദിവസത്തെ എല്ലാവരുടെയും ശ്രദ്ധ രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ എത്തുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളതാണ്. അതേസമയം പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ രാഹുൽ മാങ്കൂട്ടം സഭയിലേക്ക് വരത്തില്ല എന്ന ഉറച്ച വിശ്വാസമുണ്ട്. അങ്ങനെ വന്നാൽ തന്നെയും അവർക്ക് വലിയ ശക്തിയോടുകൂടി തന്നെ ഭരണപക്ഷത്തിന്റെ എതിർപ്പുകളെ അല്ലെങ്കിൽ അവർ ഉയർത്തുന്ന ആരോപണങ്ങളെ നേരിടേണ്ടി വരും. നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു ഭരണപക്ഷത്തിനെതിരെ ആഞ്ഞടിക്കുന്നതിന് നിരവധിയായ സംഗതികൾ കൈവശമുള്ളപ്പോൾ ഇത്തരത്തിലൊരു നീക്കം ഒരു പക്ഷേ ഈ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നുണ്ടാകില്ല. അത് വരാനുള്ള സാധ്യത രാഹുൽ മാങ്കൂട്ടത്തിൽ വരാനുള്ള സാധ്യത ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ തന്നെയും രാഹുൽ മാങ്കൂട്ടം ഇതുവരെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയിട്ടില്ല. വീട് അടഞ്ഞു കിടക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. രാഷ്ട്രീയപരമായി നമ്മൾ നോക്കുകയാണെങ്കിൽ KPCC ആണ് ഇതിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളേണ്ടത്. KPCC ഇപ്പോഴും മൗനം തുടരുകയാണ്. ഇന്നാണ് KPCC നിർവാഹക സമിതി യോഗം ചേരുന്നത്. ആ യോഗത്തിൽ വെച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കണമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് വരും. കാരണം ആദ്യ ഘട്ടത്തിൽ തന്നെ ഇത്തരത്തിൽ വിവാദങ്ങൾ ആരോപണങ്ങൾ ഉയർന്നു വന്ന സാഹചര്യത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ വലിയ തരത്തിലുള്ള പ്രതിഷേധവും ഒപ്പം തന്നെ എതിർപ്പും കോൺഗ്രസ് നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അത്തരത്തിൽ ആ ഒരു എതിർപ്പ് അല്ലെങ്കിൽ വിയോജിപ്പ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വരവിനുള്ള സാധ്യത വളരെ വിരളം എന്നാണ് ചില കോൺഗ്രസ് നേതാക്കന്മാർ പറയുന്നത്. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുന്നതിൽ തെറ്റില്ല എന്നാണ് കോൺഗ്രസിന്റെ വിഭാഗം നേതാക്കൾ പറയുന്നത്. എന്തായാലും അത്തരത്തിലുള്ള സസ്പെൻസ് ഒക്കെ തുടരുമ്പോഴും KPCC ഇതുവരെയായും ഒരു നിർണായക തീരുമാനത്തിലേക്ക് കടന്നിട്ടില്ല. ചില നേതാക്കന്മാർ വരുന്നതിൽ കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും KPCCയുടെ അന്തിമ തീരുമാനത്തിലേക്ക് വന്നിട്ടില്ല. നിലവിലെ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിക്കഴിഞ്ഞാൽ പ്രതിപക്ഷ നിരയുടെ അവസാന വരിയിൽ ഇരിക്കേണ്ട ഒരു ഗതി വരും, മാറി ഇരിക്കേണ്ടി വരും. അത്തരത്തിൽ വരുമ്പോൾ അത് പ്രത്യേക ബ്ലോക്കായി മാറും. അങ്ങനെ ഇരുന്നു കൊണ്ട് സഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കഴിയില്ല. സഭാ സമ്മേളനത്തിൽ കാര്യങ്ങളിൽ പങ്കെടുക്കാനാവില്ല. ഒരു വെറും അംഗമായി മാത്രം ഇരുന്ന് മടങ്ങേണ്ടി വരുന്ന ഒരു അവസ്ഥ വരും. എന്തായാലും അത്തരം കാര്യങ്ങളൊക്കെ തന്നെ വലിയ ശ്രദ്ധയോടുകൂടി തന്നെയാണ് രാഷ്ട്രീയ കേരളം നോക്കിക്കാണുന്നതും
അതേസമയം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ സമീപകാലത്ത് ഉണ്ടാകാത്ത തരത്തിൽ നിരവധിയായ പ്രശ്നങ്ങളാണ് സംസ്ഥാനത്ത് ഉയർന്നു വന്നിട്ടുള്ളത്. പ്രത്യേകിച്ചും UDF LDF ആഞ്ഞടിക്കുന്നതിന് കിട്ടിയ ഒരു അവസരം കൂടിയാണ്. സഭാതലത്തിൽ ഇവയെല്ലാം ഉയർത്തി കാണിച്ചു കഴിഞ്ഞാൽ വലിയ തരത്തിലൊരു മുന്നേറ്റം നടത്താൻ UDF കിട്ടും. കാരണം 2-3 മാസങ്ങൾ മാത്രമാണ് ഇനി തെരഞ്ഞെടുപ്പിന് തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് അവശേഷിക്കുന്നത്. ആ സമയത്ത് ശക്തമായ ഒരു നീക്കം നടത്തണം UDF ഭാഗത്ത് നിന്ന്. അതുകൊണ്ട് തന്നെ സഭാതലത്തിൽ രാഹുൽ എത്താതിരുന്നാൽ UDF നേട്ടമാകും. കാരണം അവർക്ക് കൃത്യമായും ഭരണപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ അവർക്ക് ആരോപണങ്ങൾ തകർക്കാൻ കഴിയും. കാരണം ഭരണപക്ഷത്തിന്റെ ഭാഗത്തും ഇത്തരത്തിൽ ആരോപണ വിധേയരായ ആളുകൾ സഭയിൽ ഇരിക്കുമ്പോൾ ആരോപണം ഉയർന്നു വന്ന ആളെ കൃത്യമായും സസ്പെൻഷൻ നടപടിയിൽ പുറത്താക്കി നിർത്തി സഭയിൽ കൊണ്ടുവരാതെ പോരാടാൻ തയ്യാറായി നിൽക്കുന്നു എന്ന തരത്തിൽ ഭരണപക്ഷവും ഉന്നയിക്കും. അത്തരത്തിൽ ഭരണ പ്രതിപക്ഷാംഗങ്ങൾ വലിയ തരത്തിലുള്ള വാഗ്വാദങ്ങൾ ഉന്നയിക്കുവാൻ കിട്ടുന്ന ഒരു അവസരം കൂടിയാണ് ഇതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. എന്തായാലും ഇന്ന് കാര്യമായി നിയമസഭാ തലത്തിൽ വലിയ ചർച്ചകൾ ഉണ്ടാകില്ല. അന്ത്യോപചാരം അർപ്പിച്ച് സഭ പിരിയും. പക്ഷെ നാളെയാണ് സഭാ നടപടികൾ കൃത്യമായി തുടങ്ങുക. അതിലേക്ക് വരുമ്പോഴേക്കും വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ ഭരണപക്ഷത്തിന്റെയും പ്രതിപക്ഷത്തിന്റെയും ഭാഗത്ത് ഉയരും. അത് വലിയ തരത്തിൽ ചർച്ചയ്ക്ക് പോകും. സാധാരണ 12 ദിവസമാണ് സഭ ചേരുന്നതെങ്കിൽ 12 ദിവസങ്ങളിലും വലിയ തരത്തിലുള്ള ആരോപണം ഭരണപക്ഷത്തിനെതിരെ ഉയർത്തിക്കൊണ്ട് പ്രതിപക്ഷം മുന്നോട്ട് പോകാനുള്ള സാധ്യത. കാരണം സംസ്ഥാനത്ത് നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പാസാക്കിയ വന്യജീവി സംരക്ഷണ നിയമത്തിന്റെ ഭേദഗതി ബില്ല് തന്നെ ഒരു തട്ടിപ്പാണ് എന്നാണ് ഇപ്പോഴും UDF നേതാക്കന്മാർ പറയുന്നത്. കാരണം 1972 വന്യജീവി നിയമം അനുസരിച്ച് വന്യജീവി സംരക്ഷണ നിയമം അനുസരിച്ച് അത് ഭേദഗതി ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഈ ഷെഡ്യൂൾഡ് 1, 2, 3 വിഭാഗത്തിൽപ്പെട്ട മൃഗങ്ങൾ അവയ്ക്ക് സംരക്ഷണം നൽകണം എന്നുള്ളതാണ് ആ നിയമത്തിൽ പറയുന്ന. ആ നിയമത്തിൽ പിടിച്ചു നിന്നുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിനെതിരെ ഒരു വാദഗതി ഉയർത്തുവാൻ സംസ്ഥാനത്തിന് കഴിയുമോ എന്നുള്ള കാര്യമൊക്കെ കണ്ടറിയേണ്ടതായിരിക്കും. എന്തായാലും ഒരു നിയമ പോരാട്ടം ഇതിന്റെ പേരിൽ ഉറപ്പായിരിക്കും. അത്തരത്തിൽ 6ഓളം ബില്ലുകൾ ഇനിയും സഭാതലത്തിൽ എത്തേണ്ടതായിട്ടുണ്ട്. ഈ ബില്ലുകളെല്ലാം തന്നെ ഇനിയൊരു നിയമസഭ പ്രത്യേകിച്ചും തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഒരു തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുന്നോടിയായി ഇനിയൊരു നിയമസഭാ സമ്മേളനം നടത്താനുള്ള സാധ്യതയും വിരളമാണ്. കാരണം നവംബർ ഡിസംബറോട് തന്നെ കേരളം തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പിലേക്ക് നീങ്ങും. ആ സമയത്ത് ഇത്തരത്തിൽ ഒരു നിയമസഭാ സമ്മേളനം കൂടാനോ അതുമായി ബന്ധപ്പെട്ട ചർച്ച നടത്താനുള്ള സാധ്യതകൾ വളരെ കുറവെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. നിലവിലെ സാഹചര്യത്തിൽ ഈ ബില്ലുകൾ അവതരിപ്പിച്ച് ഒക്ടോബർ 10 വരെ സഭ ചേരുമ്പോഴേക്കും ബില്ലുകൾ മാത്രം, അതായത് ജനങ്ങളുടെ ശ്രദ്ധ ജനോപകാരപ്രദമായ ബില്ലുകളിലേക്ക് കൊണ്ടുവരാൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോകാൻ ഒരു നീക്കം നടത്തും. അത്തരത്തിൽ വലിയ തരത്തിലുള്ള ചർച്ചകൾക്ക് സഭാതലം വേദിയാകും. അങ്ങനെ ചർച്ചകൾ നടക്കുന്നതിനിടയിൽ പ്രതിപക്ഷം കൃത്യമായിട്ടും സമീപകാലത്തുണ്ടായ കസ്റ്റഡിയിലെ അതിക്രമങ്ങൾ, യൂത്ത് കോൺഗ്രസ് നേതാവിനെതിരെ ഉണ്ടായ അതിക്രമങ്ങൾ, അങ്ങനെ തുടങ്ങി നിരവധിയായ കാര്യങ്ങൾ ഉയർത്തി കാണിച്ചുകൊണ്ട് പ്രതിപക്ഷം ഭരണപക്ഷത്തിനെതിരെ വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല.